നിങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ടോ? അല്ലെങ്കിൽ പി സി ഒസ് ഉണ്ടെന്ന് സംശയം നിങ്ങളെ അലട്ടുന്നുണ്ടോ? അതായത് ഹെയർ ലോസ് ഉണ്ട്, കഴുത്തിൻ്റെ ബാക്കിൽ കറുപ്പ് വരിക, വെയിറ്റ് ഗെയിൻ സംഭവിക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് വരിക, പീരിയഡ്സ് റെഗുലറായിട്ട് വരിക, ഒരുപാട് മൂക്കുരു അല്ലെങ്കിൽ ആക്നെ കൂടുതലായിട്ട് കാണുന്നത്, ഇനി ആംപിറ്റ്സിൻ്റെ അവിടെയൊക്കെ എക്സസീവായിട്ട് ഹെയർ ഗ്രോത്തും മുഖത്തും രോമവളർച്ച കൂടുതലായിട്ടൊക്കെ വരുന്നത് പി സി ഒസിൻ്റെ രോഗലക്ഷണങ്ങളാണ്. ഇനി പി സി ഒ ഡി ഉള്ളവർ എക്സസൈസ് ചെയ്യാൻ പറയുന്നുണ്ട് ഡോക്ടേഴ്സ്. എന്തിനാണ് ഇത് പറയുന്നത്? പലരും ചോദിക്കാറുണ്ട്. പി സി ഒസിന് എക്സസൈസ് നിർബന്ധമാണോ? ചിലരോട് എക്സസൈസ് മാത്രം ചെയ്യാനാണ് പറയുന്നത്. കറക്റ്റാണ്. മൈൽഡ് പി സി ഒ ഡി ആണെങ്കിൽ നമുക്ക് എക്സസൈസ് കൊണ്ട് മാത്രം തന്നെ മൈൽഡ് പി സി ഒ ഡി ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ മൈൽഡ് പി സി ഒ ഡി ആണെങ്കിൽ ഒരിക്കലും മെഡിസിൻസിൻ്റെ ആവശ്യത്തിലോട്ട് പോകേണ്ടി വരാറില്ല പല കേസസിലും. എന്തുകൊണ്ടാണ് പി സി ഒ ഡി പേഷ്യൻസിനോട് എക്സസൈസ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദ കേസിൽ പി സി ഒ ഡിയിൽ കാണുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ്. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ നിങ്ങൾ എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെ കുറയും. അതോടൊപ്പം തന്നെ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ കാലറി ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് ഓവറോൾ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. മെൻ്റൽ ഹെൽത്ത് നമ്മൾ കുറച്ചും കൂടെ റീഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻസൈറ്റി, ഓവർ തിങ്കിങ്, മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി റിലീസ് ആവുന്നത് ഹാപ്പി ഹോർമോണാണ്. സോ മൊത്തത്തിൽ നിങ്ങൾ പി സി ഒ ഡി ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എക്സസൈസ് ചെയ്തിരിക്കണം. മൈൽഡ് പി സി ഒ ഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സസൈസ് കൊണ്ട് മാത്രം തന്നെ ഒരുപക്ഷെ ചേഞ്ച് കിട്ടാൻ ചാൻസസ് ഉണ്ട്. പി സി ഒ ഡി ഉണ്ടോയെന്ന് കൺഫേം ചെയ്യാൻ ഉറപ്പായിട്ടും നിങ്ങൾ USG എടുത്ത് നോക്കണം. എക്സസൈസ് ചെയ്യാൻ മടിയായിട്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് എക്സസൈസ് ചെയ്യാൻ പറയുക.